2025 പ്രഖ്യാപിച്ച 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പരിശോധിക്കാം. മികച്ച സിനിമ, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ 10ഓളം പുരസ്കാരങ്ങളുമായി മഞ്ഞുമൽ ബോയ്സ് മുന്നിലെത്തി. ഭ്രമയുഗത്തിലെ കൊടുമ്പൻ പൊറ്റി എന്ന കഥാപാത്രത്തെ അഭ്രപാളിലെത്തിച്ച മഹാനടൻ മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം. 7 തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മമ്മൂട്ടി തന്നെയാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കൂടുതൽ നേടിയതും. ഫെമിനിച്ചി ഫാത്തിമയിൽ നായികയായി വേഷമിട്ട ഷംല ഹംസയാണ് മികച്ച നടി. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ്. ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ സിനിമ. ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ. ഗിരീഷ് സംവിധാനം നിർവഹിച്ച പ്രേമലു മികച്ച ജനപ്രിയ ചിത്രമായും തിരഞ്ഞെടുത്തു. സാബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സ്, സിദ്ധാർത്ഥ് വരദൻ ഭ്രമയുഗം എന്നിവരെ മികച്ച സ്വഭാവ നടന്മാരായും നടന സംഭവം എന്ന ചിത്രത്തിലൂടെ ലിജോൺ മോൾ ജോസ് മികച്ച സ്വഭാവ നടിയുമായി. മറ്റു പുരസ്കാരങ്ങൾ പരിശോധിക്കാം. മികച്ച സംഗീത സംവിധായകൻ സുഷീൻ ശ്യാം, മികച്ച ഗാന രചയിതാവ് വേടൻ, മികച്ച ഗായകൻ KS ഹരിശങ്കർ, മികച്ച ഗായിക സേബ ടോമി, മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്, മികച്ച ചിത്ര സംയോജകനായി ES സൂരജിനെയും ജൂറി തെരഞ്ഞെടുത്തു.